രാത്രി ലൈവില് ജിൻഡോയും അൻസിബയും ഋഷിയും അഭിഷേകും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവര് ഓരോരുത്തരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലവിടെ സായിയെയും സിജോയും കുറിച്ച് പറയുന്നുണ്ട്. സായിയും സിജോയും ചെയ്ത ഒരു കാര്യമാണ് നന്ദനയുടെ അടുത്ത് പണപ്പെട്ടി എടുത്ത് പോകാൻ പറയുന്ന ഒരു കാര്യം. നന്ദനയുടെ അടുത്ത് പണപ്പെട്ടി എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനയെ അതിലേക്ക് കൂടുതൽ കൊണ്ടുവന്ന് സായിയും സിജോയും തന്നെയാണ്. പക്ഷേ എന്നിട്ട് അവർ വീട്ടിലുള്ള എല്ലാവരോടും ഇത് പറഞ്ഞു നടന്നു എന്നാണ് ജിൻഡോ പറയുന്നത്. എല്ലാവരുടെ അടുത്തും അത് പറഞ്ഞു നടന്നു. അവിടെ നന്ദന പണപ്പെട്ടി കൊണ്ട് പോകും, നന്ദനയ്ക്ക് പണപ്പെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും അത് അവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് നടന്നു. അത് പിന്നെ റാങ്കിങ് ടാസ്കിൽ എല്ലാവരും ചോദ്യം ചെയ്യുന്ന ഒരു വിശേഷത്തിൽ എത്തിയപ്പോഴാണ് അവിടെ നന്ദനയ്ക്ക് കാര്യം മനസ്സിലായത്. ഇപ്പൊ നന്ദനയ്ക്ക് കാര്യം മനസ്സിലായി. നന്ദനയെ പുറത്താക്കാൻ വേണ്ടിയാണ് അവർ രണ്ടുപേരും ഈ കളി മുഴുവൻ കളിച്ചതെന്ന് ഇപ്പൊ നന്ദനയ്ക്ക് മനസ്സിലായി എന്നാണ് ജിൻഡോ പറയുന്നത്. അവിടെ നന്ദനയുടെ അടുത്ത് പറഞ്ഞത് മുഴുവൻ സിജോയും സായും തന്നെയാണ്. നന്ദനയുടെ അടുത്ത് പണപ്പെട്ടി എടുത്തു എന്നുള്ളൊരു കാര്യം. പക്ഷെ നന്ദനയെ പുറത്താക്കാനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ജിൻഡോ പറയുന്നത് അങ്ങനെയാണ്. നന്ദനയെ പുറത്താക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു സിജോയുടെയും സായിയുടെയും എന്നാണ്. ആ പണപ്പെട്ടിയുടെ കാര്യം പറയും തോറും നന്ദനയ്ക്ക് അവിടെ നെഗറ്റീവ് അടിക്കും. അങ്ങനെ നന്ദന പുറത്തു പോകും. അതിനു വേണ്ടിയിട്ടുള്ള സിജോയുടെയും സായിയുടെയും പ്ലാനിങ് ആയിരുന്നു അത് നടന്നിരുന്നത്. അതിപ്പോ നന്ദനയ്ക്ക് മനസ്സിലായി എന്നാണ് ജിൻഡോ ഇരുന്ന് പറയുന്നത്.